بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹധന്യരായ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട അനുജന്മാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് മാസം നമ്മിൽ സമാഗതമാവുകയാണ്. നമ്മൾ അതിലോട്ട് പ്രവേശിച്ചു. അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. 12 മാസങ്ങളിൽ അള്ളാഹു യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങൾ, 3 മാസം തുടർച്ചയായിട്ട് വന്നത് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങൾ. ഈ 3 മാസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന 4ാമത്തെ മാസമാണ് പരിശുദ്ധമായ റജബ്. വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റജബ് മാസം സമാഗതമാകുമ്പോൾ മുസ്ലിമീങ്ങളായ, മുഅ്മിനീങ്ങളായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട്? അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു പ്രത്യേകത നൽകിയ, അള്ളാഹു സവിശേഷതകൾ നൽകിയ ഒരു വസ്തുവിനെ, ഒരു ദിവസത്തെ, ഒരു മാസത്തെ, ഒരു സന്ദർഭത്തെ, സാഹചര്യങ്ങളെ, വസ്തുക്കളെ എല്ലാം ബഹുമാനിക്കുക, ആദരിക്കുക, പ്രാധാന്യം നൽകുക എന്നുള്ളത് മുസ്ലിമായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ നിങ്ങളോട് സംസാരിക്കുന്നത്. നാം അള്ളാഹു പ്രാധാന്യം നൽകിയതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ അള്ളാഹു പ്രാധാന്യം നൽകാത്ത പലതിനും പ്രാധാന്യം കൊടുക്കുന്നതിന്റെ അനന്തര ഫലങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ചില അനാചാരങ്ങൾ. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേക്ക്, കല്യാണത്തിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക്, ഇത്തരം ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇടയിൽ കാണിച്ചു കൂട്ടുന്ന അനാചാരങ്ങളും അധാർമികതകളും അതിന്റെ പേരിൽ കാണിച്ചു കൂത്താടുന്ന ഈ മുസ്ലിം സമൂഹം അള്ളാഹു ബഹുമാനിച്ചവകളെ എല്ലാം പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിയുന്ന അപകടകരമായ അവസ്ഥ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ധാരാളം കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി പൂർവികരായ, പൂർവസൂരികളായ, മുൻഗാമികളായ, സച്ചരിതരായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ, മുഖ്ലിസീങ്ങളായ, സജ്ജനങ്ങളായ മഹത്തുക്കൾ അവർ കാണിച്ചു തന്ന യഥാർത്ഥ ഒരു പാതയുണ്ട്. ഇത്തരം മാസങ്ങൾ കടന്നു വന്നാൽ അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടും കേട്ടും പഠിക്കൽ അത്യന്താപേക്ഷിതമാണ്. അല്ലാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തോ, നമ്മുടെ ജീവിതത്തിൽ നന്മകളോ, ഹൈറോ, ഉയർച്ചയോ, ശാരീരികമായി മാനസികമായ ആരോഗ്യമോ, സമ്പത്തിൽ ഉയർച്ചയും ഉന്നതിയുമോ ഉണ്ടാവാതെ രോഗങ്ങളും ഇടങ്ങേറുകളും ബാധിച്ച് കഷ്ടപ്പാടിന്റെ, ഇടങ്ങേറിന്റെ ഏറ്റവും വലിയ കുഴിയിൽ ചെന്നകപ്പെട്ട് നിലയില്ലാ കയത്തിൽ മുങ്ങിത്താൻ അവസാനം ഈമാൻ കിട്ടാതെ പോലും മരിച്ചു പോകുന്ന ദുർഗതി വർത്തമാന കാലഘട്ടത്തിലെ സമൂഹത്തിന് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആലിമീങ്ങളും പണ്ഡിതന്മാരും ഇത്തരം വസ്തുതകളൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ പുറംകാല കൊണ്ട് ചവിട്ടിയെറിഞ്ഞ് പുച്ഛിച്ചു കളയുന്ന വർത്തമാന കാലഘട്ടത്തിന്റെ നിരീശ്വരവാദികളും പുത്തൻവാദികളുമായ ഈ സമുദായത്തിന്റെയും ഈ വിശ്വാസത്തിന്റെയും പേരിൽ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ കാണിച്ചു തരുന്ന പാതയെ അതൊക്കെ വെറും കാട്ടാളമാണ്, തെറ്റാണ്, ശിർക്കാണ്, കുഫ്റാണെന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ എന്ന് നമ്മൾ തള്ളി തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ പരാജയങ്ങളുടെ കാരണം. പൂർവസൂരികളായ മഹത്തുക്കളും ആലിമീങ്ങളും കാണിച്ചു തന്ന പാതയിൽ നിന്ന് വഴിതെറ്റിയപ്പോ അള്ളാഹു നമുക്ക് വെച്ച് തന്ന പല ദുരന്തങ്ങളുടെയും പേരുകളിൽപ്പെട്ട ഒരു പേരാണ് കോവിഡ്, കൊറോണ. അതാണ് ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാരക രോഗങ്ങൾ. മുൻകാലങ്ങളിൽ മഹാന്മാര് പഠിപ്പിച്ചു തന്നവകളൊക്കെ പഴഞ്ചനായി ഇന്ന് ഒരു ന്യൂ ജനറേഷൻ, ഒരു പുത്തൻ ജനറേഷൻ. സഹോദരങ്ങളെ, ഒരു ന്യൂ ജനറേഷനും ഇല്ല, ഒരു പുത്തൻ സംവിധാനങ്ങളുമില്ല. മഹാന്മാരും സ്വാലിഹീങ്ങളും അമ്പിയാക്കന്മാര്, മഹത്തുക്കൾ കാണിച്ചു തന്നത്, അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു തന്നത് അല്ലാത്ത ഒന്നും ഇവിടെയില്ല.
സ്വാലിഹീങ്ങളും മഹാന്മായ ഇമാമിയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നത് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചു തന്ന അതേ മാതൃക തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, ശുദ്ധമായ ഖുർആൻ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ മാസത്തെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്തു തൗബയിൽ ഇന്ന ഇദ്ദത്തശ് ശുഹൂർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഇദ്ദത്തശ് ശുഹൂരി عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. വളരെ ഗൗരവമായിട്ട് സൂറത്ത് തൗബയിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹു ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച കൂട്ടത്തിൽ സൃഷ്ടിച്ച ഈ 12 മാസങ്ങളിൽ 4 ഹുറും 4 പവിത്ര മാസങ്ങളുണ്ട്. ആ മാസങ്ങൾ നിങ്ങളിൽ സമാഗതമായാൽ ഫലാ തദ്ലിമൂ ഫീഹിന്ന, നിങ്ങൾ അക്രമങ്ങൾ കാണിക്കരുതേ, നിങ്ങൾ അനാചാരങ്ങളും അധാർമികതയും നിങ്ങൾ കൂത്താട്ടം നടത്തരുതേ. അധാർമികതയുടെ കൂത്താട്ടം നിങ്ങൾ ആ മാസങ്ങൾ, തെറ്റുകൾ, ഹറാമുകൾ ചെയ്യരുതേ എന്നർത്ഥം. അങ്ങനെ ചെയ്താലോ, അങ്ങനെ നിങ്ങൾ ചെയ്താലോ അശദ്ദു ഇഖാബാ, അതികഠിനമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു തരികയാ. സാധാരണ മാസങ്ങൾ പോലെ ഈ മാസങ്ങളെ നിങ്ങൾ കാണല്ലേ, ഈ മാസങ്ങളെ നിങ്ങൾ കാണരുത്, ഗൗരവത്തോടു കൂടി ഒന്ന് കാണ്. അപ്പൊ എങ്ങനെ ഗൗരവത്തോടു കൂടി കാണണേ? ആ മാസത്തെ അള്ളാഹു ബഹുമാനിച്ചോ, നമ്മളും ബഹുമാനിക്കണം, നാമം ബഹുമാനിക്കണം. നിങ്ങൾ നോക്കിയേ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഇന്ന ഫിൽ ജന്നതി നഹ്റാ യുഖാലു ലഹു റജബ്. സ്വർഗ്ഗത്തിലൊരു പുഴയുണ്ട്, നെഹർ, ഒരു നദിയുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? അശദ്ദു ബയാലാ, അത് കഠിനമായ വെളുപ്പാണ്. മിനല്ലബൻ, പാലിനേക്കാൾ വലിയ നിറത്തിലുള്ള വെളുപ്പ്. വഅഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുണ്ട്. മൻ സ്വാമ മിൻ റജബിൻ, റജബ് മാസത്തിൽ നീ ഒരു നോമ്പ് നോറ്റാൽ സഖാഹുല്ലാഹു മിൻ ദാലികൻ നഹരി, ആ നദിയിൽ നിന്ന് നിന്നെ അല്ലാഹു കുടിപ്പിക്കുന്നതാണ്. പാലിനേക്കാൾ വെളുപ്പുള്ള, തേനിനേക്കാൾ മധുരമുള്ള ഹൗദുൽ കൗസറിന്റെ അതേ സവിശേഷതകൾ നിറഞ്ഞ ആ പാത്രത്തിൽ നിന്നും പാനീയത്തിൽ നിന്നും അല്ലാഹു നിന്നെ കുടിപ്പിക്കുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അതിനെ ബഹുമാനിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ഒരു നേട്ടം ഞാൻ നിങ്ങളോട് ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, അപ്പൊ അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം. എങ്ങനെ ആദരിക്കണം? ആദരിക്കണം റജബാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അല്ലോ റജബായി, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ മാസത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്നാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം? ഫറജബുൻ അവ്വലു ശുഹൂരിൽ ബറകാ, ബറക്കത്തിറങ്ങുന്ന മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ് റജബ് മാസം. എന്താ ബറക്കത്ത്? സമാധാനത്തോടെ കുറഞ്ഞ ഉപജീവനമോ വരുമാനമേ ഉള്ളൂ, എന്നാൽ അവന്റെ വീട്ടിൽ സമൃദ്ധമാണല്ല എന്ന് പറയുന്ന ബറക്കത്ത്. കുറഞ്ഞതേ ഉള്ളുവെങ്കിലും ഹൈറായിട്ട് ജീവിക്കുന്നവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാകണം. പക്ഷേ നമ്മുടെ നാടുകളിലോ കോടാനുകോടിയുള്ളവനും സമാധാനമില്ല, കോടിപതിക്ക് സമാധാനമില്ല. വാഹനങ്ങളും വീടുകളും അന്തസ്സോടെ അഭിമാനത്തോടെ സൗകര്യങ്ങളോടെ കമ്പനികളും വലിയ വലിയ സംവിധാനങ്ങളുമുള്ള ആളുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ സമാധാനമില്ല. എന്തുകൊണ്ട്? ബറക്കത്തില്ലാത്തത് കൊണ്ട്. ബറക്കത്തില്ലാത്തത് കൊണ്ട്.
അപ്പൊ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്തിന് വേണ്ടി ധാരാളം ദുആ ചെയ്തിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅ്തൈതനാ, ഞങ്ങൾക്ക് നൽകിയതിലെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകിയതിലെല്ലാം നീ ബറക്കത്ത് നൽകണേ. നീ നൽകിയ വീട്ടിൽ, നീ നൽകിയ മക്കളിൽ, നീ നൽകിയ സന്താന സൗഭാഗ്യങ്ങളിൽ, നീ നൽകിയ ഭാര്യ, മാതാപിതാക്കൾ, ഉറ്റവരുടെയവര്, നീ തന്ന കമ്പനി, സംവിധാനം, സാമ്പത്തികമായ സ്രോതസ്സുകള്, നീ ഞങ്ങൾക്ക് തന്ന ഉപജീവന മാർഗം, വാഹനങ്ങള്, കച്ചവടങ്ങള്, നീ ഞങ്ങൾക്ക് നൽകിയ ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ അതിലെല്ലാം നീ ബറക്കത്ത് നൽകണം. ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങള്, കണ്ണ്, കാഴ്ച, കേൾവി, ചെവിയുടെ കേൾവി, നാവിന്റെ സംസാരം, ഞങ്ങളുടെ മുഖങ്ങൾ, കൈകാലുകൾ, വയറ്, നെഞ്ച്, ശരീരത്തിന്റെ ആന്തരികമായ ബാഹ്യമായ സർവ്വ അവയവങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണം അല്ലാ. അതിനാണ് ആരോഗ്യം എന്ന് പറയാ. ആരോഗ്യമില്ല, മരുന്ന് കഴിക്കാത്തവർ വളരെ കുറവ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ എത്ര പേർ ഒരു മരുന്നും കഴിക്കാതെ ജീവിക്കുന്നവരുണ്ട്? വളരെ കുറവല്ലേ. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ വസാഇനാ, ഞങ്ങളുടെ കച്ചവടത്തിന്റെ മേഖലകളിൽ, ഞങ്ങളുടെ സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഒക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ബാറക്കല്ലാ, കല്യാണം കഴിയുന്ന വരനോട് വധുവിനോട് നമ്മൾ പറയുന്നത് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ. ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണം, ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണം. ദുആ ചെയ്യാൻ പഠിപ്പിച്ചു മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? മക്കളെ കൊണ്ട് നമുക്ക് സമാധാനമുണ്ടോ? ജോലിയിൽ, വരുമാനത്തിൽ നമുക്ക് സമാധാനമുണ്ടോ? ബറക്കത്തുണ്ടോ? ഐശ്വര്യമുണ്ടോ? എന്തുകൊണ്ട് ഇതൊക്കെ ഇല്ലാതായി പോകുന്നു? ഈ വിശുദ്ധമായി ഇങ്ങനെയുള്ള മാസങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും വന്നിട്ട് അലംഭാവത്തോടുകൂടി അതിനെ പുറങ്കാല കൊണ്ട് ചവിട്ടിയെറിഞ്ഞ് എല്ലാ മാസങ്ങൾ കൊടുക്കുന്ന പരിഗണന പോലും കൊടുക്കാതെ ഞാൻ നിങ്ങളും അതിനകത്ത് അലംഭാവം കാണിച്ചപ്പോൾ ഉള്ള ബറക്കത്ത് അല്ലാഹു ഊരിമാറ്റി. അതാണ് അതിന്റെ കാരണം. അല്ലാഹു നമുക്ക് എല്ലാ ഖൈറുകളും ബറക്കത്തുകളും നൽകുമാറാവട്ടെ. ദുആ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമായില്ല കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിച്ചേ മതിയാവും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയൊക്കെ ബറക്കത്തിന്റെ ഇടങ്ങൾ കിട്ടുമോ അവിടെയൊക്കെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു വയുസന്നു അഖിബൽ വുളൂഇ, വുളൂ എടുത്തതിന് ഉടനെ നീ ദുആ ചെയ്യണം. അല്ലാഹുമ്മഗ്ഫിർ ലീ ദംബി വവസ്സി ലീ ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്ഖി വഖന്നിഅനി ബിമാ റസഖ്തനി. ഈ ദുആ പഠിച്ചു വെക്കണം നിങ്ങൾ. വളരെ ഗൗരവത്തോടെ നമ്മൾ അത് മനസ്സിലാക്കി വെക്കണം. അല്ലാഹുമ്മ ദുആ ചെയ്തു കഴിഞ്ഞു, ആകാശത്തോട്ട് കൈനീട്ടിയിട്ട് ദുആയ്ക്ക് ശേഷമുള്ള ദുആ ചെയ്തു, ഒളുവിന് ശേഷമുള്ള ദുആയും ചെയ്തു. എന്നിട്ട് നീ പറയണേ അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി, എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സി ലീ ഫീ ദാരി, എന്റെ വീടിന് നീ വിശാലത നൽകണേ അല്ലാ. വിശാലമായ നല്ല ഭവനമാക്കണം എന്റെ ഭവനത്തെ. വബാരിക് ലീ ഫീ റിസ്ഖി, എനിക്ക് നീ തരുന്ന റിസ്ഖിൽ നീ ബറക്കത്തും ചൊരിയണേ അല്ലാ. അവിടെയാണ് പോയിന്റ്. നിങ്ങൾ നോക്കിയേ, വബാരിക് ലീ ഫീ റിസ്ഖി, എന്റെ റിസ്ഖിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വഖന്നിഅനി ബിമാ റസഖ്തനി, നീ തന്നതിൽ എനിക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു ഖൽബും നീ എനിക്ക് നൽകണമേ അല്ലാഹ്.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഗൗരവമാണ് കാര്യം. മക്കളിൽ ബറക്കത്തില്ല, സന്താനങ്ങൾ ബറക്കത്തില്ല, ഒക്കെ ഇങ്ങനെ വഴിതെറ്റി പോവുക. കണ്ണുനീരാ മാതാപിതാക്കൾക്ക്. ഞങ്ങളെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഞങ്ങളെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ആക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബറക്കത്തുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് ഈ വിശുദ്ധമായ റജബ് മാസത്തില് നമ്മൾ തെറ്റുകൾ ചെയ്യാതെ ബറക്കത്തിന് വേണ്ടിയുള്ള എല്ലാ ദുആകളും ചെയ്തു 5 വഖ്ത് നിസ്കാരം കൃത്യമാക്കിയിട്ട് ദിക്റുകളും ദുആകളിലും എല്ലാ രീതിയിലുമുള്ള അടുപ്പം കാണിച്ചു സമാധാനത്തോടുകൂടി ഇരുന്ന് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് വിശുദ്ധമായ ഖുർആന്റെ ഖത്മുകളുടെ പൂർത്തീകരണത്തിന്റെ ആരംഭം കുറിച്ചു. റമളാനിദാ സമാഗതമാവുകയാണ്. ഹബീബായ തങ്ങളെ ബഹുമാനിച്ച അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ബഹുമാനിച്ച വിശുദ്ധമായ റജബ് എന്ന ഈ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടുകൂടി അമലുകൾ ചെയ്യ്, തെറ്റുകളൊന്നും ചെയ്യല്ലേ. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പാടുകയാ, ബയ്യല്ല സഹീഫതുക സൗദാ ഫീ റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. എടാ, നിന്റെ ഏടുകൾ കറുത്തുപോയില്ലേ? നീ ചെയ്ത് തെറ്റുകൾ ചെയ്ത് അതിന്റെ കറുത്ത പുള്ളികൾ വീണു നീ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട നിന്റെ പുസ്തകമായ നിന്റെ ഏടുണ്ടല്ലോ, ആ ഏടുകൾ കറുത്ത് കരിക്കട്ട പോലെ ആയിരിക്കുകയല്ലേ. അതുകൊണ്ട് അതിനെ നീ ഒന്ന് വെളുപ്പിക്ക്. ഏതാ ഫീ റജബി, ഈ റജബ് മാസത്തിൽ എങ്ങനെയാ നീ വെളുപ്പിക്കേണ്ടത്? ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ആപതിക്കുന്നതിന് മുമ്പ് സ്വാലിഹായ അമലുകൾ ചെയ്യാൻ നിന്റെ ആയുസിന് എത്രയാ ഉള്ളതെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യൂ മോനെ. ശഹ്റുൻ ഹറാമുൻ മുതിയ മിൻ ശുഹൂരിൻ ഹുറുമി ഇദാ ദഅല്ലാഹ ദാഇൻ ഫീഹി ലം യഖിബി. അതായത് യുദ്ധം ഹറാമാക്കപ്പെട്ട, നിഷിദ്ധമാക്കപ്പെട്ട, തെറ്റുകളെല്ലാം ഉപരോധിക്കപ്പെട്ട വിശുദ്ധമായ മാസമാ അതാ കടന്നു വരിക. അതുകൊണ്ട് ആ മാസത്തിൽ തെറ്റുകളൊന്നും ചെയ്യാതെ നീ നന്മകളിലോട്ട് കടന്നു വരിക, അല്ലാഹുവിലോട്ട് കടന്നു വരിക. തൂബാ ലിഅബ്ദിൻ സകാ ഫീഹി ലഹു അമലു ഫകുഫ ഫീഹി അനിൽ ഫഹ്ശാഇ വറൈബി. നന്മകൾ ചെയ്യാ ഒരുങ്ങിയിരിക്കുന്ന മനുഷ്യ, നിനക്ക് സ്വാഗതം മനുഷ്യ. എല്ലാ വൃത്തികേടുകളും, എല്ലാ തോന്നിവാസങ്ങളും, എല്ലാ അനാശ്വാസ അന്ധവിശ്വാസ അനാചാര ചിന്തകളും, മ്ലേച്ഛമായ ഹൃദയത്തിന്റെ ഉള്ളിലെ തെറ്റുകളും മോശമായ ഹറാമുകളും എല്ലാം പാടെ ഒഴിവാക്കിയിട്ട് നീ ഒന്ന് നല്ല മനുഷ്യനാകൂ. എന്നിട്ട് അതുപോലെ ഒന്ന് ജീവിച്ച് മരിക്കേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ മാസത്തെ കാണണം. ബറക്കത്തിന്റെ കേദാരങ്ങളാണ് ഈ മാസം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, പടച്ചവനെ നീ കബൂൽ ചെയ്യണം റബ്ബേ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വാലിഹായ അമലുകളിൽ നീ പെടുത്തണം റബ്ബേ. പടച്ചവനെ, നാളെ നിന്റെ ദർബാറിൽ വരുമ്പോ ഉപകാരമുള്ള അമലാക്കി തീർക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ രോഗികളാണ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ റബ്ബേ.
കടങ്ങളേറെയാണ്, ഇടങ്ങേറാവുകയാണ്. റബ്ബേ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. കടക്കാരനായിട്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ, ഞങ്ങളെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ഇവൻ എന്നോട് ഇങ്ങനെ കാണിച്ചവനാണല്ലോ അല്ലാ എന്ന് പറഞ്ഞ് പൊരുത്തക്കേടുള്ള ഒരു മനുഷ്യൻ പോലും ഞങ്ങളെ മയ്യത്തിനെ ചൂണ്ടിയിട്ട് പറയല്ലേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്ക് നാഥാ, കുടുംബങ്ങളിൽ ബറക്കത്ത് ചൊരിയ അല്ലാ, ഖൈറും നിഅമത്തും നീ നൽകണേ അല്ലാ. റജബിലും ശഅബാനിലും ബറക്കത്ത് തരണേ അല്ലാ. റമളാനിലേക്ക് ഞങ്ങളുടെ ആയുസ്സിനെ നീ എത്തിക്കണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെ അവന്റെ സ്വർഗീയ ആരാമത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊക്കെ ദുആ വസിയ്യത്ത് നടത്തിക്കൊണ്ട് ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.